ഹലോ, ഞാൻ ചന്ദ്രനത്തെ പോലെ ഒന്നാം സബ്സ്ക്രൈബ് സപ്പോർട്ടും ചെയ്യണേ. ഇന്ന് മോൾക്ക് പോകണ്ടാത്തതുകൊണ്ട് ഇത് താമസിച്ചാണ് എണീറ്റത്. 8 മണിയൊക്കെ ആയി എണീറ്റപ്പോഴത്തേക്ക്. അപ്പം ഇന്ന് രാവിലത്തേക്ക് മുട്ട പുഴുങ്ങാമെന്ന് വിചാരിച്ചു, രാവിലെ കഴിക്കാനായിട്ട്. അപ്പം വെള്ളം കുടിക്കാനുള്ള വെള്ളം രാവിലെ തന്നെ ചൂടാക്കാൻ വെച്ച്, അപ്പുറത്ത് 3 മുട്ടയും പുഴുങ്ങാനായിട്ട് എടുത്ത് വെച്ച്, എന്നിട്ട് ചായയൊക്കെ കുടിച്ച് അപ്പോഴത്തേക്ക് മുട്ട അവിടെ കിടന്ന് വേവാനായിട്ട് വെച്ച്, ചായയൊക്കെ ചേച്ചി ഇട്ട് വെച്ചിരുന്ന് പുറത്തോട്ട് നോക്കിയപ്പം നല്ല മഴക്കോളുണ്ടായിരുന്നു. പക്ഷെ പെയ്തില്ല സംഭവം. നല്ല മഴയുടെ കോളുണ്ടായിരുന്നു. പിന്നെ അങ്ങ് വെയിലായി. അപ്പോൾ ഇന്ന് ഈ ചെടിയൊക്കെ ഒന്ന് മാറ്റി നടണമെന്നുണ്ട്. എല്ലാവരും അതിനകത്ത് നിന്ന് അങ്ങ് വീർപ്പ് മുട്ടുന്നു. അപ്പോൾ അതാണ്ട് മുട്ട പുഴുങ്ങിയെടുത്ത് കഴിച്ചിട്ട് ചെയ്യാമെന്ന് കരുതി. പിന്നെ ഇത്രയും പഴം ഉണ്ടായിരുന്നു, ഇതും കൂടെ കഴിക്കുമ്പോഴത്തേക്ക് ഇത് മതി. ഇന്നത്തെ രാവിലത്തെ ഫുഡ് അങ്ങനെ അങ്ങ് പോയി. അപ്പോൾ അതാണ്ട് മണ്ണ് തറയിൽ വീഴാക്കാൻ ഒരു ചാക്കെടുത്തിട്ട് ഇതിനകത്തിട്ടാണ് ഞാൻ മണ്ണ് കുഴച്ച് ചെടിയൊക്കെ നടുന്നത്. അപ്പോൾ ഇതാ ഇവനാണ് ഏറ്റവും കൂടുതൽ കഷ്ടം. അങ്ങ് നിന്നങ്ങ് വല്ലാണ്ട്, കാരണം ചട്ടി ചെറുതായിരുന്നു. അപ്പം ആൾക്ക് നല്ലോണം ബുദ്ധിമുട്ടുന്നുണ്ട്. അങ്ങനെ പിന്നെ ഞാൻ വേറൊരു ചട്ടിയിൽ മണ്ണുണ്ടായിരുന്നു, അത് എടുത്ത് ആദ്യം നീക്കി കൂട്ടിയിട്ട് അതിനകത്തോട്ട് ആ ചട്ടിയിലോട്ട് മുല്ല മാറ്റി നടാമെന്ന് വിചാരിച്ചു. അങ്ങനെ മുല്ല എന്തായാലും ഇളക്കിയെടുത്ത്. കണ്ട നല്ല മണ്ണ് കട്ടിയൊന്നും ആയിട്ടില്ല, മണ്ണ് തൊടുന്നോടനെ ഇളകിയൊക്കെ പോകുന്നുണ്ട്. അങ്ങനെ ഇടിച്ച് കുത്തി അങ്ങനെ കാരണം ഇളക്കി നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെ മണ്ണ് കട്ടിയായിട്ടില്ല, പക്ഷേ വേരൊക്കെ നല്ലോണം ഇതായി നല്ല വീർപ്പ് മുട്ടിയ സംഭവം നിന്നത്. ഇനി ഇതിനെ ആ ചട്ടിയിലോട്ട്, ഇതിൽ കുറച്ച് മണ്ണൊക്കെ ഞാൻ വേരിൽ നിന്ന് എടുത്ത് കളഞ്ഞതിന് ശേഷം മറ്റേ ചട്ടിയിലോട്ട് മണ്ണ് നിറച്ച് നട്ടത്. വേരനങ്ങാതെ തന്നെ മണ്ണൊക്കെ കുറേ എടുത്ത് കളഞ്ഞ്. ഇനി അടുത്തത് ഇവനെ ഒന്ന് മാറ്റണം. ഇവനെ ഒന്ന് 2 ആക്കണമെന്നുണ്ട്. ലക്കി പാമ്പ് അങ്ങനെ എന്തോ ആണെന്ന് തോന്നുന്നു ഇതിൻ്റെ പേര്. അപ്പോൾ ഞാൻ മണ്ണൊക്കെ കളഞ്ഞെടുത്ത് ഇനി ഇവരെ വേർപെടുത്തി ഒരു ചട്ടിയിലാണ് ഇത് നിന്നത്, 2 ചട്ടിയിലാക്കി വെക്കാമെന്ന് കരുതി. പക്ഷേ വെച്ച് വന്നപ്പോഴത്തേക്ക് ഞാൻ സൈസ് അനുസരിച്ച് നോക്കിയപ്പോൾ അത് 3 ചട്ടിയായി മാറി. പിന്നെ ഇത് റോസയിൽ മണ്ണ് ഇളക്കിയിട്ട് വളവും ഇട്ട് കൊടുക്കണം, പിന്നെ മണ്ണ് കുറച്ചിട്ട് കൊടുക്കണം. പക്ഷേ ഇതിനകത്ത് നാടൻ റോസയുടെ കമ്പി ഞാനൊന്ന് വെട്ടിയപ്പം കുത്തി വെച്ചു, പക്ഷേ അത് കിളിച്ചപ്പോൾ കുത്തി വെച്ചത് 2 ചട്ടി കുത്തി വെച്ചായിരുന്നു. ഈ ചട്ടിയിലും കുത്തി, മറ്റേ ആ പൂവുള്ള റോസിൻ്റെതാണ്ട് ഇതിലും കുത്തി വെച്ചു. അപ്പോൾ അതും 2ഉം കിളിക്കുകയും ചെയ്തു. അപ്പോൾ ഞാൻ അതിനെ 2നെയും കൂടെ ഒറ്റ ചട്ടിയിലോട്ടാക്കി. പിന്നെ ഇത് എന്തോ ഓർക്കിഡ് പോലെ എന്തോ ആണെന്ന് തോന്നുന്നു. 2 വർഷത്തിലേറെ ആയി, പക്ഷേ ഇതുവരെ അതിൽ പൂവ് വന്നിട്ടില്ല. പക്ഷേ ഇത് കളയാമെന്നും കരുതിയിട്ടപ്പോൾ ഇത് മൊത്തത്തിൽ ഞാൻ എടുത്തപ്പം അത് കളയാനായിട്ട് തോന്നുന്നില്ല. പിന്നെ ഞാൻ വലുതെല്ലാം കളഞ്ഞിട്ട് കുറച്ച് കുഞ്ഞു തൈകൾ മാറ്റി പിന്നെ നടുക ചെയ്തത്. കണ്ടത് ഇത് ചട്ടിയല്ല, ചട്ടിയിൽ നിന്ന് ഇളക്കിയെടുത്ത് അതിൻ്റെ മണ്ണ് ആ ചട്ടിയുടെ അകത്തുള്ള പാട് വരാൻ മണ്ണിൽ വീണേ. ഇങ്ങനെ വേരൊരുമാതിരി വെള്ളം നല്ലോണം കെട്ടി നിൽക്കുന്നുണ്ട്. പക്ഷെ കാണുമ്പോൾ വാടി നിൽക്കുമ്പോൾ ഞാൻ വെള്ളം ഒഴിച്ചു കൊടുക്കും, പക്ഷേ ഉള്ളിലോട്ട് നല്ലോണം തിളക്കാനും പാടാന്നില്ല. കളിമണ്ണ് പോലെ നന്നായിട്ട് കട്ടിയാണ്. പിന്നെ പുറം ഭാഗത്തെ മണ്ണെല്ലാം ഞാൻ ഊരിയെടുത്തിട്ട് ഒരുമാതിരി ഇരിക്കുന്ന ഭാഗമെല്ലാം ആ മണ്ണെല്ലാം കളയുക ചെയ്ത്, ഉള്ളിലെ മണ്ണ് മാത്രം എടുത്ത്. ഇത് പിന്നെ ഒരു ഇലച്ചെടിയാണ്. ഇത് ഒരു കഷ്ണം കൊണ്ടുവച്ചതാണ് ഇത്രയും വളർന്നത്. ഇതിനെക്കാട്ടി ഉണ്ടായിരുന്നു, പക്ഷേ വീട് മാറുന്ന സമയത്തൊക്കെ നശിച്ചു പോയി. അപ്പം ഇതിനെ ഒരു 2 ചട്ടിയിലോട്ട് മാറ്റി നടാമെന്ന് കരുതി. 10 മണിയല്ല ഇത്, പക്ഷേ 10 മണിയുടെ ഇല പോലെ സംഭവം 10 മണിയല്ല, പൂവൊന്നും ഉണ്ടാവില്ല. പിന്നെ നമ്മളെ മുല്ല, ഇയാളെയും മണ്ണ് മാറ്റിയില്ല, മണ്ണെല്ലാം നല്ലോണം അതിലുള്ള മണ്ണ് ഇളക്കി ഇട്ട് കൊടുത്ത് സെറ്റ് ചെയ്തിട്ട് കുറച്ച് മണ്ണും കൂടി ഇട്ട് കൊടുത്ത് നമ്മളെ വളവും കൂടി ഇട്ട് കൊടുക്കാമെന്ന് കരുതി. അങ്ങനെ അതെല്ലാം സെറ്റ് ചെയ്ത് വെച്ച്, പിന്നെ ചെടി വെച്ചിരുന്ന സ്ഥലത്തിൻ്റെ അവസ്ഥ ഇങ്ങനെയാണ്. അപ്പോൾ ഇതൊക്കെ ഒന്ന് തുടച്ചെടുക്കാമെന്ന് കരുതി. അങ്ങനെ ഇതെല്ലാം വൃത്തിയായിട്ട് തുടച്ച് കുറച്ച് നേരം ഒന്ന് ഫ്രീ ആയിട്ട് വിട്ടിരുന്ന് ഉണങ്ങാൻ വേണ്ടി. പിന്നെ ചെടിക്കടയും തന്നെ ഇത് പൂവുണ്ടാവുന്നതിനാണ്. ഒരാഴ്ച കൂടുമ്പോൾ ഇട്ട് കൊടുക്കണമെന്ന് പറയും. ചെടിയിൽ നിന്ന് കുറച്ച് മാറ്റിയിട്ട് ഞാൻ ഒരു 2-3 ആഴ്ച കൂടുമ്പോഴേ ഇട്ട് കൊടുക്കാറ്. അത് 1 സ്പൂൺ വെച്ചേ ഞാൻ ഇട്ട് കൊടുക്കാറുള്ളൂ. അങ്ങനെ ചേച്ചി എനിക്ക് ചെടിച്ചട്ടി മൊത്തം തുടച്ച് വൃത്തിയാക്കി തന്ന്. ചേച്ചിയും മോളും കൂടി ഇരുന്ന് അത് മൊത്തം തുടച്ച് വൃത്തിയാക്കി തന്ന്. പിന്നെ തൂത്തൊക്കെ വാരി അവിടെ അങ്ങ് ക്ലീൻ ചെയ്ത്. അധികം ഇതായില്ല, നമ്മൾ ചാക്കി വെച്ചൊക്കെ നടുകയൊക്കെ ചെയ്യുന്നതുകൊണ്ട് അധികം വൃത്തിയോടൊന്നും ആയില്ല. പിന്നെ അവിടെ നമ്മൾ തുടച്ചെടുത്ത് ചെടി ഓരോന്ന് എടുത്ത് വെച്ച്. പക്ഷേ ചെടി എടുത്തപ്പം സ്ഥലം ഉണ്ടായിരുന്നു, പക്ഷെ തിരിച്ച് റീപ്പോർട്ട് ചെയ്ത് വെച്ചപ്പോഴത്തേക്ക് സ്ഥലം 2-3 നമ്മൾ മാറ്റി നട്ടല്ലോ വെവ്വേറെ. അപ്പോഴത്തേക്ക് സ്ഥലപരിമിതി ഉണ്ടായിരുന്നു. എന്നാലും അഡ്ജസ്റ്റ് ചെയ്ത് എല്ലാം സെറ്റ് ചെയ്ത് വെച്ച് അപ്പോഴത്തേക്കൊരു ഉച്ചയൊക്കെ കഴിഞ്ഞു. രാവിലെ ഇരുന്നെങ്കിലും ഉച്ചയൊക്കെ ആയി. പയ്യെ നോക്കി എല്ലാവരും ആക്കണ്ടേ. ഇത് നമ്മളെ മറ്റേ ഇല മാത്രമുള്ള ചെടി, അത് 2 പാത്രത്തിൽ മൊത്തം ഇപ്പോൾ അത് 3 എണ്ണം ഉണ്ട്. അങ്ങനെ നമ്മൾ വളർത്തി എടുത്ത് സെപ്പറേറ്റ് വളർത്തി എന്തെങ്കിലുമൊക്കെ
ഇപ്പം വീട്ടിലോട്ടൊക്കെ മാറുവാണെങ്കിൽ അത് വെച്ച് വേറെ പോട്ടിലോട്ടാക്കുമ്പോൾ നല്ലതായിരിക്കും. ആ ഒരെണ്ണം നിൽക്കുന്നതിനെക്കാട്ടി ഭംഗിയാണ് അത് ഇത്രയും കൂടി ഇങ്ങനെ നിൽക്കുന്ന കാണാൻ. അങ്ങനെ അടീനയും കുറേ നാളുകൊണ്ട് നിൽക്കുന്നു. പക്ഷേ സംഭവം പൂ വരാറായോ എന്ന് തോന്നുന്നു എനിക്ക്. പക്ഷേ ഞാൻ ശ്രദ്ധിക്കാതെ നിന്നിട്ട് റോസയുടെ ഇടയിൽ നിന്നിട്ട് അതിൻ്റെ മേൽഭാഗം ഒന്ന് വാടിയിട്ടുണ്ട്. ഇത് നമ്മളെ നാടൻ റോസ്. ഇതിൽ നിന്ന് കമ്പ് കിട്ടിയാൽ ഞാൻ 2 ചട്ടിയിൽ വെച്ചിട്ട് സംഭവം അത് കിളിച്ച്. പിന്നെ പനിക്കുറുക്ക അതുമൊക്കെ ഞാൻ വെട്ടി വെച്ച്. നമ്മളെ മണി പ്ലാന്റ്, തുളസി മൊത്തത്തിൽ ഞാൻ വെട്ടി, കാരണം മൊത്തം ഉണങ്ങി. അതിപ്പോൾ ഞാൻ തുളസി മൊത്തത്തിൽ ഊരിയെടുത്ത് വേറെ മണ്ണൊക്കെ നിറച്ചിട്ട് വെട്ടിയിട്ട് ആ തുളസി എടുത്ത് വെച്ചിട്ടുണ്ട്. കിളിക്കും എന്ന് അറിഞ്ഞുകൂടാ. ഇത് നമ്മളെ തക്കാളി രാജ്ഞി, പുള്ളിക്കാരി ഇത്രയും വളർന്നിട്ടുണ്ട്. പുള്ളിക്കാരിക്കും വളവും കാര്യങ്ങളും എല്ലാം ഇട്ട് കൊടുത്ത്, നമ്മൾ ആ വളം തന്നെ ഇട്ടൊക്കെ കൊടുത്ത് മണ്ണൊക്കെ ഇളക്കിയിട്ട് കൊടുത്ത് ഇങ്ങനെ നിൽക്കുന്നു. കാ ഉണ്ടാവുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. പയറും ഇതുപോലെയായിരുന്നു, വളർന്നു പോകുന്നതല്ലാതെ അതിൽ പയറുണ്ടായില്ല. അങ്ങനെ ഇതെല്ലാം സെറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇന്നത്തെ ഫുഡ് പഴഞ്ചോറായിരുന്നു. അപ്പം ഞങ്ങൾ പഴഞ്ചോറ് കഴിക്കാമെന്ന് കരുതി. ML ഒന്നുമല്ല, ഒരു കറണ്ട് കൊണ്ടെടുത്തിട്. ചൂടിട്. ബാക്കിയായില്ല. അങ്ങനെ തൈരും ചമ്മന്തി, അതായത് ചമ്മന്തി ഫ്രിഡ്ജിൽ എടുത്ത് വെച്ചിരുന്ന് ഉപ്പൊക്കെ ഇട്ട് അങ്ങനെ പഴഞ്ചോറ് എല്ലാവരും കഴിച്ച്. അത് കഴിഞ്ഞ് അടുക്കളയൊക്കെ വൃത്തിയാക്കി. ഇനി ഒന്ന് തൂത്തൊക്കെ വരണം. തൂത്തൊന്നും വാരിയില്ല. അങ്ങനെ തൂത്തെല്ലാം വാരി എല്ലാം വൃത്തിയാക്കിയപ്പോഴത്തേക്ക് ഫ്രിഡ്ജ് എന്തോ പോലെ കിടക്കുന്ന കണക്ക് എനിക്ക് തോന്നി. അപ്പോൾ വിചാരിച്ചു ഫ്രിഡ്ജിൻ്റെ മുകളും കൂടെ അങ്ങ് വൃത്തിയാക്കാമെന്ന്. കാരണം മൊത്തത്തിൽ പൊടിയും കാര്യങ്ങളും ഇവിടെ വന്നതിന് ശേഷം തുണി മാറ്റിയിട്ടേ ഇല്ല. അപ്പോൾ സ്റ്റെബിലൈസറിലും പൊടിയൊക്കെ. അങ്ങനെ അമ്മയുടെ ഒരു പഴയ നൈറ്റ് പൊക്കി. അങ്ങനെ അധികം ഒരു ചെടി ഉണ്ടായിരുന്നു വെക്കാൻ സ്ഥലമില്ല, അതും കൂടെ വെച്ചു. അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ. ബൈ.